ഇന്ന് നമുക്ക് ഒരു അടിപൊളി പോള റെഡിയാക്കിയാലോ? അതിന് കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള പോള റെഡിയാക്കാം. അത് ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. ഒരു 1/4 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പം നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു 6 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. എന്നിട്ട് വിസ്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടാക്കി എടുക്കുകയാണ്. ഇനി കടലപ്പരിപ്പ് നമ്മൾ പിന്നെ വേവിച്ചത് ഈ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് പാലൊഴിച്ചിട്ട് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക. എന്നിട്ട് കുറച്ചും കൂടി പാലൊഴിച്ചെടുക്കുക. ഒറ്റയടിക്ക് പാൽ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കട്ട പോലെ ഉണ്ടാവും. ഇത് നല്ല സോഫ്റ്റായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. എന്നിട്ട് മുട്ട മിക്സിലേക്ക് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. ഗീ ചേർത്ത് കൊടുക്കാം. അടിയിലൊരു തട്ട് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. പിന്നെ നമ്മളുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു ഇച്ചിരി 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ച ശേഷം നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഇട്ടിട്ടൊന്ന് നമുക്കൊരു മൊഞ്ചത്തിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു 20-25 മിനിറ്റോളം വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള കടലപ്പരിപ്പ് പോള റെഡിയാണ്. മാത്രമല്ല നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആക്കി നോക്കുക. എന്നിട്ട് നൈഫ് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നൈഫ് ക്ലിയർ ആണെങ്കിൽ നമ്മളുടെ പോള റെഡി എന്നർത്ഥം. അപ്പോൾ നമ്മളുടെ ഈ അടിപൊളിയാണ്. എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.